നമ്മുടെ പാലപ്പവും കുറുമക്കറിയും റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരി. ഇതിന് നമ്മൾ ഈസ്റ്റോ സോഡാക്കാരോ ഒന്നും ചേർക്കുന്നില്ല. നമ്മളൊരു ശകലം ഉഴുന്ന് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അരി കുതിരാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഒരു 4 മണിക്കൂർ നമുക്കിത് കുതിരാനൊന്ന് വെക്കാം. അരി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അരി അരച്ചെടുക്കുവാൻ വേണ്ടി അരമുറി തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ചോറ്, പിന്നെ 2 ദിവസം നമ്മൾ എടുത്തു വെച്ച തേങ്ങാവെള്ളം. ഇത്രയും ചേരുവകൾ മതി നമുക്ക് സോഫ്റ്റായ പാലപ്പം റെഡിയാക്കാൻ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ട്. അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ശകലം തരി ഇട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. നമ്മുടെ അരിയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കപ്പി കാച്ചിയ സോഡാക്കാരോ ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ചേർത്ത ചേരുവകൾ മാത്രം മതി. ഇനി നമുക്കൊരു 10 മണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം. നമുക്ക് അപ്പത്തിനുള്ള കുറുമക്കറി തയ്യാറാക്കാം. അതിന് വെള്ളക്കടല നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ, തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് അതിൽ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിൽ കടുകൊന്നിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇനി നമുക്കിത് കടു താളിക്കാൻ വേണ്ടി ഒരു ശകലം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റി വച്ചേക്കുന്നത്. നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരപ്പൊന്ന് വെന്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കുറച്ച് മസാലക്കൂട്ട് പൊടിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് ഒരുപാടാകരുത്, ഒരു നുള്ള് മതിയാവും. നമ്മുടെ സോയാബീൻ ഒന്നിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളക്കടല വേവിച്ച് വെച്ച് അതിൽ അല്പം പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ്.
നമ്മുടെ തേങ്ങ അരപ്പിന് നമ്മളധികം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഈ വെള്ളക്കടലയും മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചെടുത്തേക്കുന്നത്. ഇതിൽ ഒരുപാട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയൊന്നും ആവശ്യമില്ല. ഇത് കുറുമക്കറി ആയതുകൊണ്ട് ഇത് കുറച്ച് കുരുമുളക് പൊടിയും ആ മസാലക്കൂട്ടും മാത്രം ചേർത്താൽ മതി. ഈ അരപ്പൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ കടുക് താളിച്ച് വെച്ചേക്കുന്ന ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്ക് ഒന്നുമല്ല, നമ്മൾ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് ഈ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലപ്പവും കുറുമക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ അപ്പത്തിൽ യാതൊരു പ്രത്യേകിച്ച് ഈസ്റ്റോ കപ്പി കാച്ചുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് തേങ്ങാവെള്ളവും ഒരു ശകലം ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മാത്രം മതി നമുക്ക് നല്ല സ്പോഞ്ച് പോലെയുള്ള അപ്പം റെഡിയാക്കി എടുക്കാം.